സഹകാരി റൈസ് പ്ലസിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് HSST കൊമേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അറിയാലോ നിങ്ങൾക്ക് എന്താണ് HSST കൊമേഴ്സ് എന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് തരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നും നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഒരു ഭാഗമാകുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിൽ ഭാഗമാകണമെങ്കിൽ അവർ കണ്ടക്ട് ചെയ്യുന്ന എക്സാം നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ട്. അതിൻ്റെ സബ്ജക്ട് വൈസ് നോക്കുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഓൾറെഡി ആ സബ്ജക്ട് ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് കാണും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് വളരെ വൈഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ PG ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാം PG-കാരായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ PG-ക്ക് നിങ്ങൾ UG ക്ലാസ്സുകളിലോ PG ക്ലാസ്സുകളിലോ ഒക്കെ തന്നെ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. ഗ്ലോബൽ ട്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വൈഡ് സബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ആ വൈഡ് സബ്ജക്റ്റിലെ ഒരു ഭാഗമായിട്ടുള്ള തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു വൈഡ് സബ്ജക്റ്റിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ടുള്ള തിയറീസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് പറയാം എന്താണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ അതിന് HSST കൊമേഴ്സിനെ പറ്റി ഞാൻ വാദം പറയേണ്ട ആവശ്യകതയില്ല. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഒരുപാട് സബ്ജക്റ്റ് എന്ത് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റിൽ ഒന്നാണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ആ ഇൻ്റർനാഷണൽ ബിസിനസ്സിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. അതിലെ തന്നെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഏരിയയാണ് തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ട്രേഡ്, എന്താണ് ഡൊമസ്റ്റിക് ട്രേഡ്, എന്താണ് ഇന്റർനാഷണൽ ട്രേഡ് എന്നീ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്കറിയാം. ട്രേഡ് മീൻസ് എന്താണ്? വ്യാപാരം എന്നുള്ളതാണ്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും വിതരണവും അല്ലെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രൊഡക്ഷൻ നോക്കണ്ട, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഈ രണ്ട് കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അല്ലെ, ബൈയിങ് ആൻഡ് സെല്ലിംഗ്. അപ്പൊ എന്താണ് ഡൊമസ്റ്റിക് ട്രേഡ്, എന്താണ് ഇന്റർനാഷണൽ ട്രേഡ്? പ്രധാനമായും രണ്ട് രീതിയിൽ നമ്മൾ ട്രേഡിനെ വിഭജിച്ചിരിക്കുന്നു. ഡൊമസ്റ്റിക് ട്രേഡ് ഉണ്ട്, വിത്തിൻ ദ നേഷൻ അല്ലെ, വിത്തിൻ ദ കൺട്രി, അതാണ് എന്തെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഡൊമസ്റ്റിക് ട്രേഡിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ആര് തന്നെ ആയിരിക്കും? ലോക്കൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ ദോസ് പീപ്പിൾസ് ഹു ആർ ലിവിങ് വിത്തിൻ ദ കൺട്രി അല്ലെ, ആ രാജ്യത്തിനകത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അതിനകത്തുള്ള ആളുകൾ തന്നെയായിരിക്കും അതിനകത്ത് എന്ത് ചെയ്യുന്നത്? ഭാഗമാകാറുള്ളത്. അതാണ് ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുന്നത്. അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആസ് കമ്പയർഡ് ടു ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നാരോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡൊമസ്റ്റിക് ട്രേഡ് മീൻസ് രാജ്യത്തിന്റെ അതിർത്തി വിട്ട് പോകുന്നില്ല. രാജ്യത്തിന് അകത്തുള്ള ആളുകൾ തമ്മിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ആക്ടിവിറ്റീസ് നടത്തുന്നതിനെയാണ് എന്താ പറയുക? ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുക. എന്നാൽ ഇന്റർനാഷണൽ ട്രേഡിലോട്ട് പോകുമ്പോൾ അവിടെ എന്താണ്? ട്രേഡ് അക്രോസ് ദ ഗ്ലോബ് എന്നാ പറയുന്നത് അല്ലെ. ട്രേഡ് അക്രോസ് ദ ഗ്ലോബ് ഓർ ട്രേഡ് അക്രോസ് ദ നാഷണൽ ബൗണ്ടറീസ് ഓഫ് എ നേഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുക അല്ലെ. ഇപ്പൊ രാജ്യത്തിന്റെ അതിർത്തി വിട്ടുള്ള കച്ചവടം, അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ രണ്ട് രാജ്യങ്ങൾ, മിനിമം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റിയെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഇന്റർനാഷണൽ ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. മിനിമം രണ്ട് രാജ്യങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസും ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഒക്കെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിനുണ്ട്. ഓൾറെഡി അതൊക്കെ പല വീഡിയോ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. അതിന് ഭാഗമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇനി കണ്ടിന്യൂസ് വീഡിയോസിൽ വരുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മീൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തെയാണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. മിനിമം രണ്ട് രാജ്യങ്ങൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ്
ബെനിഫിറ്റ് ചെയ്യുന്നുണ്ടാകും അല്ലേ. അതോടൊപ്പം തന്നെ അതിന് ഒരുപാടധികം അഡ്വാൻറ്റേജസ്, ഒരുപാട് നല്ല വശങ്ങളുമുണ്ട്, അതിനിടയ്ക്ക് തന്നെ ഒരുപാട് ഡീമെറിറ്റ്സും ഒക്കെ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഇത് ഇവിടുത്തെ വിഷയം അതല്ല. ഇപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിയറീസ് പലതരത്തിലുള്ള തിങ്കേഴ്സ് അല്ലെങ്കിൽ പലതരം എക്കണോമിസ്റ്റുകൾ ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആ തിയറീസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ഇതാണ് നമുക്ക് നോക്കേണ്ടത്. തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഓരോ തിയറീസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെർക്കന്റലിസം അല്ലേ. എന്താണ് മെർക്കന്റലിസം എന്ന് പറയുന്ന തിയറിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഓക്കെ, മെർക്കന്റലിസം ഈസ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി ആൻഡ് ഇറ്റ് എമർജ്ഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ ദ മിഡ് 16th century അല്ലേ. അപ്പൊ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രേഡ് തിയറി ആയിട്ടാണ് മെർക്കന്റലിസത്തിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇത് 16ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലാണ് ഏത് തിയറി എമർജ് ചെയ്യുന്നത്, മെർക്കന്റലിസം എന്ന് പറയുന്ന തിയറി എമർജ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രേഡ് തിയറി എന്ന് പറയുന്ന പദവി കിട്ടിയിരിക്കുന്നത് മെർക്കന്റലിസം തിയറിക്കാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ 16ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലാണ് ഈ തിയറി എന്ത് ചെയ്യുന്നത്, എമർജ് ചെയ്യുന്നത്. ക്ലിയർ ആണ്. ഓക്കെ, ദ മെയിൻ ഹൈപ്പോതെസിസ് ഓഫ് മെർക്കന്റലിസം ഈസ് ദാറ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ആർ ദ മെയിൻ സ്റ്റേസ് ഓഫ് നാഷണൽ വെൽത്ത് ആൻഡ് എസെൻഷ്യൽസ് ടു വിഗ്രസ് കൊമേഴ്സ് അല്ലെ. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ അസംഷൻ, ഇപ്പൊ ഏതൊരു തിയറിക്കും അതിൻ്റെതായിട്ടുള്ള ചില അസംഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും, ഹൈപ്പോസിസ് ഉണ്ടായിരിക്കും, അസംഷൻ ഉണ്ടായിരിക്കും. അപ്പൊ മെർക്കന്റലിസം തിയറിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു ഹൈപ്പോസിസ് അഥവാ അസംഷൻ ഉണ്ട്. അവിടെ എന്താ അവർ പറയുന്നത്, ഗോൾഡ് ആൻഡ് സിൽവർ ആർ ദ മെയിൻ സ്റ്റേഴ്സ് ഓഫ് നാഷണൽ വെൽത്ത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഉയർച്ചയെ അല്ലെങ്കിൽ അവരുടെ വെൽത്തിനെ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെൽത്തിനെ സൂചിപ്പിക്കുന്നത് ആ രാജ്യത്തിന്റെ ഗോൾഡിലും സിൽവറിലുമുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്. അല്ലെങ്കിൽ എത്രമാത്രം ഗോൾഡും സിൽവറും ഒരു രാജ്യത്തിനുണ്ട് അല്ലെങ്കിൽ അവർ കൈവശം വെച്ചിരിക്കുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നതും ആ രാജ്യത്തിന്റെ കൊമേഴ്സ്, വാണിജ്യത്തിന്റെ കാതൽ എന്ന് പറയുന്നതും. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഉയർച്ചയും അതിന്റെ വളർച്ചയും ഒക്കെ തന്നെ, ആ രാജ്യത്തിന്റെ വ്യാപാര ശൃംഖലയുടെ വളർച്ചയും അതോടൊപ്പം തന്നെ ആ രാജ്യത്തിന്റെ വളർച്ചയും ഒക്കെ തന്നെ, മീൻസ് ആ ധനസമ്പാദനവും ഒക്കെ തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഗോൾഡ് ആൻഡ് സിൽവറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പ്രഷ്യസ് മെറ്റൽസ് ആയിട്ടുള്ള സ്വർണവും വെള്ളിയും. ഇത് എത്രമാത്രം ഓരോ രാജ്യങ്ങളും അവരുടെ കൈവശം വെച്ചിരിക്കുന്നുവോ അല്ലെങ്കിൽ അവരുടെ പക്കലുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ രാജ്യത്തിന്റെ വെൽത്തും ആ രാജ്യത്തിന്റെ കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതും. ക്ലിയർ ആണല്ലോ. ഇതാണ് മെർക്കന്റലിസം തിയറിയുടെ പ്രാഥമികമായിട്ടുള്ള അസംഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ മെർക്കന്റലിസം തിയറി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രേഡ് തിയറിയാണ്. 16th century മിഡിലാണ് ഇത് എമർജ് ചെയ്യുന്നത്, ഇംഗ്ലണ്ടിലാണ് എമർജ് ചെയ്യുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഹൈപ്പോസിസ് എന്ന് പറയുന്നത് ഗോൾഡും സിൽവറുമാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ നിർണ്ണയിക്കുന്നത്, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന്റെ കാതൽ എന്ന് പറയുന്നത്, ആ രാജ്യത്തിന്റെ നാഷണൽ വെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, അവർ കൈവശം അതാത് രാജ്യങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ഗോൾഡിന്റെയും സിൽവറിന്റെയും തോതനുസരിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത് എന്താ പറഞ്ഞത്, ഡ്യൂറിംഗ് ദ 17th century ഗോൾഡ് ആൻഡ് സിൽവർ വെയർ ദ കറൻസി ഓഫ് ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ് അല്ലേ. ഡ്യൂറിംഗ് ദ 17th century 17ാം നൂറ്റാണ്ട് മുതലൊക്കെ ഗോൾഡ് ആൻഡ് സിൽവർ വെയർ ദ കറൻസി ഓഫ് ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിൽ കച്ചവടം ചെയ്യുമ്പോൾ അതിന് ഉപയോഗിക്കുന്ന കറൻസി ആയിട്ട് എന്തിനെ ഉപയോഗിക്കാൻ തുടങ്ങി, ഗോൾഡിനെയും സിൽവറിനെയും ഉപയോഗിക്കാൻ തുടങ്ങി. ക്ലിയർ ആണല്ലോ. ഡ്യൂറിംഗ് ദ 17th century gold and silver were the currency of trade between countries. A country could earn gold and silver by exporting goods. അല്ലേ. അപ്പൊ സാധാരണഗതിയിൽ നമുക്ക് ഏൺ ചെയ്യുക അല്ലെ, വരുമാനം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പോർട്ട് നടത്തിയിരിക്കണം അല്ലെ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുക. അപ്പൊ എന്താണ് എക്സ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെല്ലിംഗ് അല്ലെ, വിൽപ്പന. അപ്പോൾ ഒരു ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രധാനമായും രണ്ട് പാർട്ടീസ് ഉണ്ടാകും. ആ രണ്ട് പാർട്ടി എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളാകാം. അപ്പോൾ ഒരു രാജ്യം അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന
ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മറ്റൊരു രാജ്യത്തിന് വിൽക്കുക അല്ലെങ്കിൽ കയറ്റുമതി ചെയ്യുക എന്നുള്ളതാണ് എക്സ്പോർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ അവർ വരുമാനം ഉണ്ടാക്കുന്നു. ഏത് രീതിയിൽ? ഗോൾഡിന്റെയും സിൽവറിന്റെയും രീതിയിൽ. അതായത് ആ സമയത്ത്, അതായത് 17-ാം നൂറ്റാണ്ടിൽ ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ മറ്റൊരു രാജ്യത്തിന് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് വഴി ആ രാജ്യം നേടിയെടുക്കുന്ന കറൻസി എന്ന് പറയുന്നത് ഏത് രൂപത്തിലായിരുന്നു? ഗോൾഡിന്റെയും സിൽവറിന്റെയും രൂപത്തിലായിരുന്നു. ക്ലിയർ ആണല്ലേ? അപ്പോൾ ഒരു രാജ്യം എപ്പോൾ വികസിക്കുമെന്ന് നമുക്ക് പറയാം, അതിന്റെ വെൽത്ത് എപ്പോൾ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാം, അതിന്റെ എക്സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് കൂടി നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് എന്തുണ്ടാവുക? കൂടുതൽ വെൽത്ത് ഉണ്ടാവുക. കാരണം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ റെമ്യൂണറേഷൻ ആയിട്ട് അവർ ഗോൾഡും സിൽവറും ഏൺ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് അവരുടെ എന്താണ് മേൽക്കോയ്മയെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉയർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. നേരെ മറിച്ച് എക്സ്പോർട്ടിങ്ങിന് പകരം അവർ സാധനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവർ പ്രീഷ്യസ് മെറ്റൽസ് ആയി കരുതി വെച്ചിരിക്കുന്ന ഈ ഗോൾഡും സിൽവറും അവരുടെ രാജ്യത്ത് നിന്ന് പുറത്തോട്ട് പോവുകയായിരിക്കും ചെയ്യുക. അത് ആ രാജ്യത്തിന്റെ ഡിക്ലൈൻ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്, ഒരിക്കലും ഗ്രോത്ത് അവസ്ഥയല്ല സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ആ ഒരു സ്ലൈഡിൽ നമ്മൾ കണ്ടത്. Then by the same token, importing goods from other countries would result in an outflow of gold and silver to other countries. Earning of gold and silver is the main motive for countries to trade with each other. Okay. By the same token, importing goods from other countries would result in an outflow of gold and silver to other countries. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടിംഗ് ആണ് നടക്കുന്നതെങ്കിൽ, മീൻസ് നമ്മൾ എക്സ്പോർട്ട്സ് വിൽക്കുന്നില്ല, പകരം സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ്, ഗുഡ്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് പർച്ചേസ് ചെയ്യുകയാണ് നടക്കുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു രാജ്യം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, കരുതി വെച്ചിരിക്കുന്ന ഗോൾഡും സിൽവറും ഔട്ട്ഫ്ലോ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുക. ക്ലിയർ ആണല്ലോ? ഏണിംഗ് ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ ഈസ് ദ മെയിൻ മോട്ടീവ് ഫോർ കൺട്രീസ് ടു ട്രേഡ് വിത്ത് ഈച്ച് അതർ. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മെർക്കന്റലിസം തിയറി അനുസരിച്ച് രാജ്യങ്ങൾ തമ്മിൽ കച്ചവടത്തിൽ അവ ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഗോൾഡും സിൽവറും ഏൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ അളവ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ ട്രേഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് തിയറി അനുസരിച്ച്? മെർക്കന്റലിസം തിയറി അനുസരിച്ച്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗോൾഡും സിൽവറും. ഇതാണ് മെർക്കന്റലിസം തിയറി എന്ന് കേൾക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രീഷ്യസ് മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡും സിൽവറുമാണ് അവരുടെ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ. ദ മെയിൻ ടെനന്റ് ഓഫ് മെർക്കന്റലിസം ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ എ കൺട്രീസ് ബെസ്റ്റ് ഇൻട്രസ്റ്റ് ടു മെയിൻറ്റെയിൻ ട്രേഡ് സർപ്ലസ് ടു എക്സ്പോർട്ട് മോർ ദാൻ വാട്ട് ഇറ്റ് ഇമ്പോർട്ട്സ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അത് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. അപ്പം പ്രീഷ്യസ് മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡും സിൽവറും സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ മാക്സിമൈസ് ചെയ്യുക, അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ടു മെയിൻറ്റെയിൻ ട്രേഡ് സർപ്ലസ് ടു എക്സ്പോർട്ട് മോർ ദാൻ വാട്ട് ഇറ്റ് ഇമ്പോർട്ട്സ്. അല്ലെ, ഒരു രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക വഴി ട്രേഡ് സർപ്ലസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഏത് തിയറിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഏത് തിയറിയുടെ അസംപ്ഷൻ ആയിട്ട് വരുന്നുണ്ടോ? മെർക്കന്റലിസം തിയറിയുടെ അസംപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പ്രധാനമായും രണ്ട് മെറ്റൽസ് ആണ് ഇതിന്റെ കാതലായിട്ട് അവർ എടുത്തു പറയുന്നത്. ഏതൊക്കെയാണ്? ഗോൾഡും സിൽവറും. അത് എന്തുമാത്രം ആ രാജ്യത്തിനുണ്ടോ അതുപോലെ ഇരിക്കും അതിന്റെ വെൽത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രോസ്പിരിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിന്റെ ഇൻക്രിമെന്റ്സ് അല്ലെങ്കിൽ ആ വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ എന്താണ്, ഓരോ രാജ്യങ്ങളും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എക്സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിനായിരിക്കണം. അങ്ങനെ എക്സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ they can earn more amount of or more quantity of gold and silver. അവർക്ക് കൂടിയ അളവിൽ ഗോൾഡും സിൽവറും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഏതിലോട്ട് നയിക്കും? എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും? ട്രേഡ് സർപ്ലസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പറയുന്നത് the main tenet of mercantilism is that it is in countries' best interest to maintain trade surplus
ടു എക്സ്പോർട്ട് മോർ ദാൻ വാട്ട് ഇറ്റ് ഇമ്പോർട്ട്സ് അല്ലെ. അവർ എക്സ്പോർട്ടിനെ ആയിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഇമ്പോർട്ടിനെക്കാട്ടി കൂടുതൽ. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ട് കൂടുമ്പോൾ ഗോൾഡും മെറ്റൽസും ഗോൾഡും അതോടൊപ്പം തന്നെ സിൽവറിന്റെ അളവ് കൂടും. കാരണം പ്രധാനപ്പെട്ട കറൻസി എന്ന് പറയുന്നത്, അതായത് മെർക്കന്റിലിസം തിയറിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു കറൻസി എന്ന് പറയുന്നത് എന്താണ്? ഗോൾഡും സിൽവറും ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. By doing so, a country can accumulate gold and silver and increase its wealth and prestige. Here are key features of mercantilism. Okay. Then അത് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യമാണ്. By doing so, a country can accumulate gold and silver and increase its wealth and prestige. ഏതൊരു രാജ്യമാണോ കൂടുതൽ അളവിൽ ഗോൾഡും സിൽവറും അക്യുമുലേറ്റ് ചെയ്യുന്നത്, ആ രാജ്യത്തിൻ്റെ വെൽത്ത് മാക്സിമം ആയിരിക്കും, അവരുടെ പ്രസ്റ്റീജ് മാക്സിമം ആയിരിക്കും എന്നാണ് ഏതിൽ പറയുന്നത്? മെർക്കന്റിലിസം തിയറിയിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നോക്കാം. വെൽത്ത് ആസ് അക്യുമുലേഷൻ ഓഫ് പ്രീഷ്യസ് മെറ്റൽസ്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് വെൽത്ത് ആസ് അക്യുമുലേഷൻ ഓഫ് പ്രീഷ്യസ് മെറ്റൽസ്. ഒരു രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വെൽത്ത് ആസ് അക്യുമുലേഷൻ ഓഫ് പ്രീഷ്യസ് മെറ്റൽസ് അല്ലേ. അപ്പൊ എന്താണ് ഒരു രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത്? എന്താണ്? പ്രീഷ്യസ് മെറ്റൽസ്. എന്താണ്? വിലപിടിപ്പുള്ള മെറ്റൽസ്. ഇപ്പൊ ഞാൻ വീണ്ടും പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെയാ പ്രീഷ്യസ് മെറ്റൽസ് എന്ന് പറയുന്നത്. ഗോൾഡും സിൽവറുമാണ്. ഓക്കെ, Mercantilists believed that the wealth of a nation was determined by the amount of precious metals it possessed, especially gold and silver. മെർക്കന്റലിസ്റ്റ് വിശ്വസിക്കുന്നു, എന്തെല്ലാം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഈ തിയറി പ്രകാരം മെർക്കന്റലിസ്റ്റ് വിശ്വസിക്കുന്നു എന്താണ്? ഒരു രാജ്യത്തിന്റെ വെൽത്ത് എന്ന് പറയുന്നത് അവര് ഒക്കുപ്പൈ ചെയ്യുന്ന, അവര് പൊസസ് ചെയ്യുന്ന പ്രീഷ്യസ് മെറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എസ്പെഷ്യലി ഗോൾഡ് ആൻഡ് സിൽവർ അല്ലെ. ഗോൾഡ്, സിൽവർ പോലെയുള്ള പ്രീഷ്യസ് മെറ്റൽസ് എന്തുമാത്രം ഒരു രാജ്യത്തിനുണ്ടോ അതായിരിക്കും ആ രാജ്യത്തിന്റെ വെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ കൂടുതൽ ഗോൾഡും സിൽവറും ഓക്കുപ്പൈ ചെയ്യുന്ന രാജ്യത്തിന്റെ വെൽത്ത് മാക്സിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, they saw a positive balance of trade as a means to accumulate these materials അല്ലെ, these metals. അപ്പൊ ഈ തരത്തിലുള്ള മെറ്റൽസ് മാക്സിമൈസ് ചെയ്യുന്നതിലൂടെ അവർ ഒരു പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. എങ്ങനെ? എക്സ്പോർട്ടിങ് മോർ ദാൻ ഇമ്പോർട്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കൂടുതൽ എന്തിനു ഫോക്കസ് ചെയ്യുക? എക്സ്പോർട്ടിങ് ആക്ടിവിറ്റീസിന് മാക്സിമം പ്രിഫറൻസ് കൊടുക്കുക. എക്സ്പോർട്ടിങ് കൂട്ടുകയും ഇമ്പോർട്ടിങ് കുറയ്ക്കുകയും ചെയ്ത ഒരു ബാലൻസ് ഓഫ് ട്രേഡ് എന്ത് ചെയ്യാം? മെയിൻറ്റെയിൻ ചെയ്യാനും ഏത് തിയറി പറയുന്നു? മെർക്കന്റലിസം തിയറിയിൽ പറയുന്നു, അല്ലെങ്കിൽ മെർക്കന്റലിസ്റ്റുകൾ അതിനെപ്പറ്റിയും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ്. എന്താണ് പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? മെർക്കന്റലിസ്റ്റ് പോളിസീസ് എയിംഡ് അറ്റ് മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് where a nation exported more goods than imported. അപ്പോൾ ഇവരെല്ലായ്പ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒരു പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡിൽ എത്തിച്ചേരാൻ സാധിക്കും? അതായത് മാക്സിമം എക്സ്പോർട്ട് നടത്തുകയും മിനിമം ഇമ്പോർട്ട് നടത്തുകയും ചെയ്യുക വഴിയാണ് അവരെവിടെ എത്തിച്ചേരുക? പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡിൽ എത്തിച്ചേരുക. അപ്പൊ ഇതും എന്തിന്റെ ഒരു അസംഷൻ ആണ്, അല്ലെങ്കിൽ കീ ഫീച്ചർ ആയിട്ട് പറയാം? മെർക്കന്റലിസം തിയറിയുടെ ഒരു കീ ഫീച്ചർ ആയിട്ട് പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് പറയാം. Again, this surplus was thought to bring in more gold and silver, enhancing national wealth. അപ്പൊ ആ രീതിയിൽ പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ, അതായത് കൂടുതൽ ഗോൾഡും സിൽവറും എക്സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസിലൂടെ നേടിയെടുക്കുന്നത് വഴി നാഷണൽ വെൽത്ത് എൻഹാൻസ് ചെയ്യുമെന്നാണ് ഈ തിയറി വിശ്വസിക്കുന്നത്.
ക്ലിയർ ആണല്ലോ. അപ്പൊ മാക്സിമം എക്സ്പോർട്ടിംഗ് ആക്ടിവിറ്റീസ് നടത്തുക വഴി പ്രീഷ്യസ് മെറ്റൽസ് ആയിട്ടുള്ള ഗോൾഡും സിൽവറും മാക്സിമം അക്യുമുലേറ്റ് ചെയ്യുക വഴി നാഷണൽ വെൽത്ത് നാഷണൽ വെൽത്തിൽ എത്തിച്ചേരാൻ സാധിക്കും, അല്ലെങ്കിൽ അത് മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏത് പറയുന്നത്, മെർക്കന്റലിസം തിയറി പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇതാണ് പോസിറ്റീവ് ബാലൻസ് ഓഫ് ട്രേഡിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കിയേ, അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം അല്ലെ. കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. ഇപ്പൊ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം ആണ്. അപ്പൊ എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെർക്കന്റലിസ്റ്റ് നേഷൻസ് pursued colonial expansion to secure access to raw materials and create captive market for their manufactured goods. അപ്പൊ ഇവര് എക്സ്പോർട്ടിംഗ് ആണ് ഇവര് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എക്സ്പോർട്ടിംഗ് പ്രിഫർ ചെയ്താൽ മാത്രമേ ഇവർക്ക് മാക്സിമം ഗോൾഡും സിൽവറും ഒക്കുപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ മാക്സിമം എക്സ്പോർട്ട് ചെയ്യാൻ മീൻസ് മാക്സിമം പ്രോഡക്റ്റുകൾ വിറ്റഴിക്കണം. അങ്ങനെ മാക്സിമം പ്രോഡക്റ്റുകൾ വിറ്റഴിക്കണമെങ്കിൽ അത് വിറ്റഴിക്കുന്നതിനാവശ്യമായിട്ടുള്ള മാർക്കറ്റുകൾ കണ്ടെത്തേണ്ടി വരും. അതാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏത് പോയിന്റിലൂടെ പറയുന്നത്? ഏതിലൂടെ? കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം എന്ന് പറയുന്ന പോയിന്റിലൂടെ അവർ പ്രസ്താവിക്കുന്നത്. മെർക്കന്റലിസ്റ്റ് നേഷൻസ് pursued colonial expansion to secure access to raw materials and create a captive market for their manufactured goods. ഇവരുടെ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുവാനുള്ള റോ മെറ്റീരിയൽസ് കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുവാനുള്ള വിപണി കണ്ടെത്തുന്നതിലും മെർക്കന്റലിസ്റ്റ് നേഷനുകൾ കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. ഓക്കെ. Colonialists were seen as a source of wealth and essential for achieving favorable trade balances. അപ്പൊ അതിലൂടെ അവരുടെ പ്രധാനമായും അവരുടെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കണ്ടെത്തുന്നതിനും അവരുടെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ടിങ്ങിലൂടെ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റായിട്ടും അവരിതിനെ കണ്ടിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട് അവരിതിനെ കണ്ടിരുന്നു അല്ലെ. നോക്കിയേ, colonialists were seen as source of wealth and essential for achieving favorable trade balance അല്ലേ. അപ്പോൾ സോഴ്സ് ഓഫ് വെൽത്ത് ആയിട്ടും ഫേവറബിൾ ട്രേഡ് ബാലൻസ് ആയിട്ടും അവരെന്ത് ചെയ്യുന്നു? ഈ കൊളോണിയലിസത്തിനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസത്തിനെ കണ്ടിരുന്നു. മേൽക്കോയ്മ മീൻസ് രണ്ടും അവിടെ പറയുന്നുണ്ട്. കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം രണ്ടിലും അവർ ഈ ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റുകൾ ആദ്യം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കണം അല്ലെ, അത് മാനുഫാക്ചർ ചെയ്യണം. അത് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് കണ്ടെത്തണം. ആ റോ മെറ്റീരിയൽസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനുശേഷം അത് വിറ്റഴിക്കാനുള്ള മാർക്കറ്റ് കണ്ടെത്തണം. അപ്പൊ ഇത് രണ്ടും ഇവിടെ സാധ്യമാകുന്നുണ്ട് എന്ന് മെർക്കന്റലിസം തിയറി പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ഷനിസം. എന്താണ് പ്രൊട്ടക്ഷനിസം എന്ന് വെച്ചാൽ? സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ മെർക്കന്റലിസ്റ്റ് ഗവൺമെന്റ് implemented protectionist measures to shield domestic industries from foreign competition. നോക്കുക, ടാരിഫ്, സബ്സിഡീസ് ആൻഡ് അതർ regulations were used to encourage export and discourage imports. അല്ലെ. അതായത് ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ സംരക്ഷിക്കുക. ഏതിൽ നിന്ന്? ഫ്രം ഫോറിൻ കോമ്പറ്റീഷൻ അല്ലെ. വിദേശ ശക്തികളിൽ നിന്നും അല്ലെങ്കിൽ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്നും ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ സംരക്ഷിക്കുക. അപ്പൊ ഇന്റർനാഷണൽ ട്രേഡിന് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ കൂടുതൽ എക്സ്പോർട്ടിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അതായത് അവരുടെ രാജ്യത്തിനകത്തുള്ള ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് മാക്സിമം പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് മാക്സിമം പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ പ്രോഡക്റ്റുകൾ മറ്റു രാജ്യങ്ങൾക്ക് എക്സ്പോർട്ടിങ്ങിലൂടെ വിറ്റഴിച്ചുകൊണ്ട് മാക്സിമം ഗോൾഡും സിൽവറും ഏൺ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ തിയറിയുടെ വേറൊരു അസംപ്ഷൻ അഥവാ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്.
Okay, in mercantilist theory, government implemented protectionist measures to shield the domestic industries from foreign competition. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? അപ്പോൾ ഫോറിൻ കോമ്പറ്റീഷനെ തടയുകയും വേണം. ഫോറിൻ കോമ്പറ്റീഷൻ തടയുക മീൻസ് ഇമ്പോർട്ട് കുറയ്ക്കുക. അതായത് നമുക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ തന്നെ സാധിക്കുക, എക്സസ് വന്നത് നമുക്ക് വെളിയിൽ വിൽക്കാൻ സാധിക്കുക. അപ്പോൾ ഇമ്പോർട്ടിനെ തടയുകയും എക്സ്പോർട്ടിനെ മാക്സിമം പ്രചോദനം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രൊട്ടക്ഷനിസത്തിൽ പറയുന്നത്. അപ്പോൾ ഫോറിൻ കോമ്പറ്റീഷനെ തടയിടുകയും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ ആ ഫോറിൻ കോമ്പറ്റീഷനിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക. അതായത് എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുകയും ഇമ്പോർട്ടിനെ എന്ത് ചെയ്യുകയും ചെയ്യുക, തടസ്സം നിൽക്കുക അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുക. അതിനുവേണ്ടി ടാരിഫ്, സബ്സിഡീസ്, മറ്റുള്ള റെഗുലേഷൻസ് വേർ യൂസ്ഡ് ടു എൻകറേജ് എക്സ്പോർട്സ് ആൻഡ് ഡിസ്കറേജ് ഇമ്പോർട്ട്സ്. പലതരത്തിലുള്ള ടാരിഫും സബ്സിഡീസും മറ്റുള്ള പലതരത്തിലുള്ള നിയമങ്ങളും ഉപയോഗിക്കുക വഴി എക്സ്പോർട്ടിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയും എൻകറേജ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടിനെ അല്ലെങ്കിൽ ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സിനെ അല്ലെങ്കിൽ ഇമ്പോർട്ടിനെ എന്ത് ചെയ്യുക, തടയുകയും അല്ലെങ്കിൽ അതിനൊരു പരിധിവരെ ഒരു ശമനം ഉണ്ടാക്കുകയും ചെയ്യുക. അതായത് എക്സ്പോർട്ട് പ്രൊസീജിയർ, ഇമ്പോർട്ട് പ്രൊസീജിയറിലൊക്കെ പലതരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുക വഴി എക്സ്പോർട്ടിനെ മാക്സിമൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടിനെ മിനിമൈസ് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് പ്രൊട്ടക്ഷനിസം എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത്. അടുത്തത് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ. നോക്കുക, മെർക്കന്റലിസം endorsed the active state intervention in the economy. Government played a central role in the economic planning, often granting monopolies, regulating trade and promoting industries deemed crucial to national prosperity. അപ്പോൾ സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് മീൻസ് ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് നമുക്ക് ഏത് തിയറിയിൽ കാണാൻ സാധിക്കും? മെർക്കന്റലിസം തിയറിയിൽ കാണാൻ സാധിക്കും. സ്റ്റേറ്റ് ഇന്റർവെൻഷൻ എവിടെ ഉണ്ടെന്ന് പറയാം? മെർക്കന്റലിസം തിയറിയിൽ ഉണ്ടെന്ന് പറയാം. മെർക്കന്റലിസം എൻഡോഴ്സ്ഡ് ആക്റ്റീവ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻ ദ എക്കോണമി. അല്ലെ, മെർക്കന്റലിസം എൻഡോഴ്സ്ഡ് ആക്റ്റീവ് സ്റ്റേറ്റ് ഇന്റർവെൻഷൻ ഇൻ ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ മെർക്കന്റലിസം തിയറിയിൽ കാണാൻ സാധിക്കും. ഇവിടെ ഗവൺമെന്റ് പ്ലേഡ് എ സെൻട്രൽ റോൾ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ റോൾ വഹിക്കുന്നത് ആര് തന്നെയായിരിക്കും? ഗവൺമെന്റ് തന്നെയായിരിക്കും. ഏതിലൊക്കെ? ഇൻ എക്കണോമിക് പ്ലാനിങ്, അല്ലെ, സാമ്പത്തിക ആസൂത്രണങ്ങളിലും, ഗ്രാൻഡിങ് മൊണോപ്പൊളീസ്, അല്ലെ, അതിനെ റെഗുലേറ്റിംഗ് ട്രേഡ്, അതിനെ പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രീസ് ഡീംഡ് ക്രൂഷ്യൽ ടു നാഷണൽ പ്രോസ്പെരിറ്റി, അല്ലെ, ശക്തമായിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ ആവിഷ്കരിക്കുന്നതിലും അതോടൊപ്പം തന്നെ ആർക്കൊക്കെ ആയിരിക്കണം കുത്തകാവകാശം കൊടുക്കേണ്ടത്, ഏതൊക്കെ പ്രോഡക്റ്റുകൾക്കായിരിക്കണം മേൽക്കോയ്മ നൽകേണ്ടത്, ഏതൊക്കെ കമ്പനികൾക്കായിരിക്കണം കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏതിനെ പ്രോത്സാഹിപ്പിക്കണം, ഏതിനെ തടയിടണം എന്നൊക്കെ തീരുമാനിക്കുന്നതും അതോടൊപ്പം തന്നെ ട്രേഡുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള നിയമങ്ങളെ പറ്റിയും ഒക്കെ തന്നെ ആര് തീരുമാനമെടുക്കാം? ഈ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് തീരുമാനമെടുക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തായിരിക്കണം? ഡീംഡ് ക്രൂഷ്യൽ ടു നാഷണൽ പ്രോസ്പെരിറ്റി. ഒരു രാജ്യത്തിന്റെ പ്രോസ്പെരിറ്റി, ഉന്നതിയിലോട്ട് നയിക്കുന്ന പലതരത്തിലുള്ള എക്കണോമിക് പ്ലാനിങ്ങും ഗ്രാൻഡിങ് മൊണോപ്പൊളീസ്, റെഗുലേറ്റിംഗ് ട്രേഡ്, പ്രൊമോട്ടിംഗ് ഇൻഡസ്ട്രീസ്, ഇതിലൊക്കെ തന്നെ നിർണായകപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു സുപ്രീം പവർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് അഥവാ ഗവൺമെന്റിന് ഉണ്ട് എന്നാണ് മെർക്കന്റലിസം തിയറി പ്രസ്താവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, then അടുത്ത മെർക്കന്റലിസ്റ്റ് പോളിസീസ്. ഓക്കെ, പോളിസീസ് such as export subsidies, tariff and the establishment of colonies were employed to ensure a favorable ബാലൻസ് ഓഫ് ട്രേഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇവിടെ പോളിസീസ് പറയുന്നത് അപ്പോൾ പലതരത്തിലുള്ള എക്സ്പോർട്ട് സബ്സിഡീസ്, ടാരിഫുകൾ, അതിനൊക്കെ തന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ന്യൂ കോളനീസ്, ഇതൊക്കെ തന്നെ നടപ്പിലാക്കുക വഴി ഒരു ഫേവറബിൾ ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഉറപ്പിക്കുക എന്നുള്ളതും ഈ ഒരു തിയറിയുടെ പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സോട്ട്സ് ടു മാക്സിമൈസ് എക്സ്പോർട്ട് ആൻഡ് മിനിമൈസ് ഇമ്പോർട്ട്സ് ടു അക്യുമുലേറ്റ് വെൽത്ത്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥിതി ഉയർത്തുന്നതിന് വേണ്ടി, സമ്പദ് മീൻസ് എന്താണ്, അതിന്റെ ആ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് എങ്ങനെയാണ് ചിന്തിക്കുന്നത്? മാക്സിമൈസ് എക്സ്പോർട്ടിനെ മാക്സിമൈസ് ചെയ്യുകയും ഇമ്പോർട്ടിനെ മിനിമൈസ് ചെയ്യുകയും ചെയ്യുന്നു. അതിലൂടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു തിയറിയുടെ പ്രത്യേകതയാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പല തവണയായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ,
ദെൻ അടുത്തത് ക്രിറ്റിസിസം ആൻഡ് ഡിക്ലൈൻ അല്ലെ. അപ്പോൾ ഏതൊരു തിയറിക്കും അതിൻ്റെതായിട്ടുള്ള കുറേ ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, എന്നാൽ കുറേ ആളുകൾ അതിനെ എന്തുണ്ടായിരിക്കും ഒപ്പോസ് മീൻസ് അതിനെ എഗൻസ്റ്റ് ആയിട്ട് പറയുന്നവർ ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ക്രിറ്റിസിസം ആൻഡ് ഡിക്ലൈൻ ആണ് നോക്കുന്നത്. നോക്കുക, മെർക്കന്റിലിസം ഫേസ്ഡ് ദ ക്രിറ്റിസിസം ഫ്രം ലേറ്റർ എക്കണോമിസ്റ്റ് ഇൻക്ലൂഡിംഗ് ദ ഫിസിയോക്രാറ്റ്സ് ആൻഡ് ക്ലാസിക്കൽ എക്കണോമിക്സ് ലൈക്ക് ആദം സ്മിത്ത്. അപ്പോൾ ഈ മെർക്കന്റിലിസം തിയറി മാത്രമല്ല ഏതിനുള്ളത്, ഇന്റർനാഷണൽ തിയറീസ് എന്നും പറഞ്ഞ് ഇന്റർനാഷണൽ ട്രേഡിനുള്ള ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിൽ മെർക്കന്റിലിസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മെർക്കന്റിലിസം തിയറിക്ക് ശേഷവും പലതരത്തിലുള്ള തിയറീസ് വന്നു. അപ്പോൾ അതിന്റെ ആ ഒരു ഒറിജിനെ പറ്റിയൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. മെർക്കന്റിലിസം ഫേസ്ഡ് ദ ക്രിറ്റിസിസം ഫ്രം ലേറ്റർ എക്കണോമിസ്റ്റ് അല്ലെ. അപ്പോൾ അതിന് ശേഷം വന്ന അല്ലെ മെർക്കന്റിലിസം തിയറിക്ക് ശേഷം വന്നിട്ടുള്ള പലതരത്തിലുള്ള എക്കണോമിസ്റ്റുകളും ഇൻക്ലൂഡിംഗ് ഫിസിയോക്രാറ്റ്സ് ആൻഡ് അതർ ക്ലാസിക്കൽ എക്കണോമിക്സ് ലൈക്ക് ആദം സ്മിത്ത് ഒക്കെ തന്നെ എന്തിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, മെർക്കന്റിലിസം തിയറിയെ ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, then the emphasis is on precious metals as the sole measure of wealth and the restrictive trade policies were seen as hindering economic growth. അപ്പോൾ മെർക്കന്റിലിസം തിയറിയിൽ പറയുന്നു ബാലൻസ് ട്രേഡ് അല്ലേ, അതായത് ഒരു ട്രേഡ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ പ്രീഷ്യസ് അതായത് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് അതൊക്കെ പ്രധാനമായിട്ടും സോൾ മെഷർ ഓഫ് വെൽത്ത് ആൻഡ് ദ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് വെയർ സീൻ ആസ് ഹിൻഡറിംഗ് ദ എക്കണോമിക് ഗ്രോത്ത്. അതായത് പ്രീഷ്യസ് മെറ്റൽസ് കൈവശം വയ്ക്കുന്നത് കൊണ്ടും ബാലൻസ് ഓഫ് ട്രേഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും മാത്രം ഒരിക്കലും ഒരു രാജ്യത്തിന് പുരോഗതിയിൽ എത്തിച്ചേരാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ തന്നെ എക്കണോമിക് ഗ്രോത്തിനെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ദ എംഫസൈസിസ് ഓൺ പ്രീഷ്യസ് മെറ്റൽസ് ആസ് എ സോൾ മെഷർ ഓഫ് വെൽത്ത് അല്ലെ. അതായത് ഒരു രാജ്യം ഗോൾഡും സിൽവറും സംരക്ഷിച്ചുകൊണ്ട് ആ രാജ്യത്തിനെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുന്നതിൽ ഊന്നി നിൽക്കുന്നതാണ് മെർക്കന്റിലിസം തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വളരെയധികം എന്താണ് അല്ലെങ്കിൽ വളരെയധികം അരോചകമാണ് എന്നാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്കണോമിസ്റ്റുകൾ പറയുന്നത്. ദ എംഫസൈസസ് ഓൺ പ്രീഷ്യസ് മെറ്റൽസ് ആസ് ദ സോൾ മെഷർ ഓഫ് വെൽത്ത് ആൻഡ് അതർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് വെയർ സീൻ ആസ് ഹിൻഡറിംഗ് എക്കണോമിക് ഗ്രോത്ത്. അതായത് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ് ഇതെന്ന് പറയുന്നത്. അതായത് പലതരത്തിലുള്ള റെസ്ട്രിക്റ്റീവ് ട്രേഡ് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഒരു രാജ്യത്തിന്റെ വെൽത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ ഗോൾഡും അതേപോലെ സിൽവറും മാത്രമാണെന്ന് പറയുന്നതുമായിട്ടുള്ള മെർക്കന്റിലിസം തിയറി അത്ര പ്രായോഗികമല്ല. അത് എക്കണോമിക് ഗ്രോത്തിന് തടസ്സം നിൽക്കുന്നതെന്നാണ് ആര് പറയുന്നത്, ക്ലാസിക്കൽ ഫിസിയോക്രാറ്റ്സ് ആൻഡ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ലൈക്ക് ആദം സ്മിത്തിനെ പോലുള്ള ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഓക്കെ, then അടുത്തത് ട്രാൻസിഷൻ ടു ക്ലാസിക്കൽ എക്കണോമിക്സ് അല്ലേ. അപ്പോൾ അതിനുശേഷം അങ്ങോട്ട് വരികയാണ് ക്ലാസിക്കൽ എക്കണോമിക്സിലോട്ട് കാര്യങ്ങൾ വരികയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. നോക്കുക, the decline of mercantilist policies coincided with the rise of classical economics in the late 18th century അല്ലേ. അപ്പം മെർക്കന്റിലിസം തിയറി നമ്മൾ എന്താണെന്ന് കണ്ടു, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് കണ്ടു, ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് കണ്ടു അല്ലേ. അപ്പം അതിനെയൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് ആര് വരുന്നത്, ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ വരുന്നത് ഇൻ ദ ലേറ്റ് 18th century. The decline of mercantilist policies coincided with the rise of classical economics. ഇപ്പം മെർക്കന്റിലിസം തിയറിക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ആ പരിമിതികളെ ഓവർകം ചെയ്തുകൊണ്ടാണ് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ മുന്നോട്ട് വരുന്നത് എന്നാണ് ഇൻ ദ ലേറ്റ് 18th century. നോക്കേ, ആദം സ്മിത്ത് ദ വെൽത്ത് ഓഫ് നേഷൻ അല്ലെ, ആൻ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് എൻ്റെ പൂർണ്ണമായ പേര്. അപ്പോൾ 1776 ദ ഫാദർ ഓഫ് എക്കണോമിക്സ് അല്ലെ, എക്കണോമിക്സിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ആദം സ്മിത്ത് തൻ്റെ പ്രശസ്തമായിട്ടുള്ള ബുക്കായ ദ വെൽത്ത് ഓഫ് നേഷൻസിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, മെർക്കന്റിലിസം തിയറിക്ക് എതിരെ എന്ത് ചെയ്തു, സംസാരിച്ചു തുടങ്ങുന്നു. അപ്പോൾ ആ ഗോൾഡും സിൽവറും മാത്രമല്ല ഒരു രാജ്യത്തിന്റെ വെൽത്തിനെ നിർണ്ണയിക്കുന്ന ഘടകമെന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, ആദം സ്മിത്ത് ദ വെൽത്ത് ഓഫ് നേഷൻ. ആദം സ്മിത്ത് അദ്ദേഹത്തിന് ഏറ്റവും പ്രശസ്തമായ പുസ്തകമാണ് ദ വെൽത്ത് ഓഫ് നേഷൻ, ദ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നാണ് പറയുന്നത്. 1774 അത് പബ്ലിഷ് ചെയ്തു. ആൻഡ്
ആൻഡ് ഡേവിഡ് റിക്കാർഡോസ് തിയറി. അതോടൊപ്പം തന്നെ എന്താണ് ആദം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷനും അതോടൊപ്പം തന്നെ ഡേവിഡ് റിക്കാർഡോയുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയും, ഡേവിഡ് റിക്കാർഡോസ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ചലഞ്ചഡ് ദ മെർക്കന്റലിസ്റ്റ് ഐഡിയാസ് അല്ലെ. അപ്പൊ ആദം സ്മിത്തിന്റെയും ഡേവിഡ് റിക്കാർഡോയുടെയും തിയറീസ് അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനകൾ ഒക്കെ തന്നെ മെർക്കന്റലിസം തിയറിക്ക് എതിരായിരുന്നു. അവരെതിരെ ചലഞ്ച് ചെയ്തു. ദ മെർക്കന്റലിസ്റ്റ് ideas emphasizing the benefits of free trade and the role of market forces. അപ്പോൾ അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്തിനൊക്കെയായിരുന്നു? emphasizing means കൂടുതൽ ഊന്നൽ കൊടുത്തത് benefits of free trade and the role of market forces. ഫ്രീ ട്രേഡിനും അതോടൊപ്പം തന്നെ മാർക്കറ്റ് ഫോഴ്സിനുമാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. മെർക്കന്റലിസ്റ്റ് തിയറിയിൽ ഗോൾഡിനും സിൽവറിനും ബാലൻസ് ട്രേഡിനുമാണ് ഒരു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നതെങ്കിൽ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആദം സ്മിത്തും അദ്ദേഹത്തിന്റെ പ്രസിദ്ധ ബുക്കായ വെൽത്ത് ഓഫ് നേഷൻസിലൂടെയും അതോടൊപ്പം തന്നെ ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിന്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയിലൂടെയും ഇതിനെയൊക്കെ വെല്ലുവിളിച്ചു. അവർ പറഞ്ഞു എന്താണ്, ഇത് രണ്ടും മീൻസ് ഗോൾഡും സിൽവറും ഒക്കുപ്പൈ ചെയ്യുന്നതിലൂടെയൊന്നും ഒരിക്കലും ഒരു രാജ്യത്തിന്റെ പുരോഗതിയെ പൂർണ്ണമായും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അപ്പോൾ അതിനെയൊക്കെ അവർ വെല്ലുവിളിച്ചിട്ട് അവർ പറഞ്ഞു പ്രധാനമായും അതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ ഉയർച്ചയെയൊക്കെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറയുന്നത് ഫ്രീ ട്രേഡും അതോടൊപ്പം തന്നെ റോൾ ഓഫ് മാർക്കറ്റ് ഫോഴ്സും എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഓക്കെ, Adam Smith, The Wealth of Nation in 1776 and David Ricardo's theories of comparative advantage challenged the mercantilist ideas, emphasizing the benefits of free trade and the role of market forces. Okay, next slide. Okay, the mercantilism is no longer the dominant economic theory. Its historical significance lies in shaping early economic policies, contributing to the establishment of colonial empires and serving as a precursor to later economic thought on trade and wealth accumulation. അപ്പോൾ എന്താ പറഞ്ഞാക്കുന്നത്? While mercantilism is no longer the dominant economic theory, ഒരിക്കലും മെർക്കന്റിലിസം ആദ്യത്തെ ഇന്റർനാഷണൽ ട്രേഡ് തിയറി ആണെന്ന് പറഞ്ഞു. മെർക്കന്റിലിസം എന്ന് പറയുന്നത് ആദ്യത്തെ ഇന്റർനാഷണൽ ട്രേഡ് തിയറി ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഒരിക്കലും ഒരു ഡോമിനന്റ് എക്കണോമിക് തിയറി ആയിട്ട് ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ ഏതിന് സാധിച്ചില്ല? മെർക്കന്റിലിസം തിയറിക്ക് സാധിച്ചില്ല. അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ആദം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഈ ഒരു മെർക്കന്റിലിസം തിയറിയുടെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ലൈസ് ഇൻ ഷേപ്പിംഗ് എയർലി എക്കണോമിക് പോളിസീസ് അല്ലെ, മുമ്പേ ഉള്ള എക്കണോമിക് പോളിസീസിന് ഒരു രൂപഘടന നൽകുന്നതിനും അതോടൊപ്പം തന്നെ കോൺട്രിബ്യൂട്ടിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കൊളോണിയൽ എംപയേഴ്സ് അല്ലെ. അപ്പോൾ കൊളോണിയൽ എംപയേഴ്സിന്റെ അതിന്റെ സൃഷ്ടിക്കും അതോടൊപ്പം തന്നെ എക്കണോമിക് പോളിസീസിന്റെ രൂപകൽപ്പനയ്ക്കും ഒക്കെ തന്നെ ഒരു ഒരു മുൻഗാമിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു മാർഗദർശിയായിട്ട് അല്ലെങ്കിൽ കരട് രേഖയായിട്ട് പ്രവർത്തിക്കാൻ മാത്രമേ ഏതിന് സാധിക്കുന്നുള്ളൂ? ഈ മെർക്കന്റിലിസം തിയറിക്ക് സാധിക്കുന്നുള്ളൂ എന്ന് പറയുന്നു. എക്കണോമിക് തോട്ട് ആണ് ട്രേഡ് ആൻഡ് വെൽത്ത് അക്യുമുലേഷൻ. അപ്പോൾ ഇതിനെ എങ്ങനെ ധനം സമ്പാദിക്കാം, എങ്ങനെ ട്രേഡ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റാം, അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു മുൻഗാമി ഇന്റർനാഷണൽ ട്രേഡിൻ്റെയൊക്കെ ഒരു മുൻഗാമി എന്നുള്ള രീതിയിൽ മാത്രമേ മെർക്കന്റിലിസം മീൻസ് അതിനുശേഷം വന്ന തിയറീസിനൊക്കെ തന്നെ ഒരു മാർഗദർശിയായിട്ട് അല്ലെങ്കിൽ ഒരു മുൻഗാമി എന്ന നിലയിൽ മാത്രമാണ് ഈ മെർക്കന്റിലിസം തിയറി പ്രവർത്തിക്കുന്നത്. നോക്കുക, while mercantilism is no longer the dominant economic theory, its historical significance lies in shaping early economic policies and contributing to the establishment of colonial empires and serving as a precursor to മുൻഗാമി to later economic thought on trade and wealth accumulation. അപ്പോൾ മെർക്കന്റിലിസം തിയറിക്ക് ശേഷം വന്നിട്ടുള്ള പലതരത്തിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനും അതോടെ തന്നെ വെൽത്ത് അക്യുമുലേഷനും ഒക്കെ തന്നെ ഒരു കരട് രേഖയായിട്ട് അല്ലെങ്കിൽ ഒരു മാർഗനിർദ്ദേശം നൽകുക എന്നുള്ള ഒരു തരത്തിൽ മാത്രമേ നമുക്ക് എന്തിനെ കാണാം? ഈ മെർക്കന്റിലിസം തിയറിയെ കാണാം. ഓക്കെ, നെക്സ്റ്റ് വേണം എന്താണ്? ദ തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അടുത്ത തിയറിയാണ് എന്ന് പറയുന്നത് ദ തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് മെർക്കന്റിലിസം തിയറിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആദം സ്മിത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് എന്ന് പറയുന്നത് തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നോക്കുക, ദ തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് proposed by the Scottish economist Adam Smith in his seminal work The Wealth of Nations. അല്ലേ, വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു 1776
1976 is a foundational concept in international trade theory. അല്ലേ? അതായത് the theory of absolute advantage. The theory of absolute advantage ആരുടെ തിയറിയാണ്? ആരാണ് അതിനെ പ്രപ്പോസ് ചെയ്തത്? ആരാണത് കോൺട്രിബ്യൂട്ട് ചെയ്തത്? സ്കോട്ടിഷ് എക്കണോമിസ്റ്റായ ആദം സ്മിത്താണ് ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വർക്കായ ദ വെൽത്ത് ഓഫ് നേഷൻ, അത് നേരത്തെ എൻ്റെ ഫുൾ ഫോം ഞാൻ നേരത്തെ പറഞ്ഞത്, ആൻ എൻക്വയറി ഇൻ ദ നേച്ചർ ആൻഡ് കോഴ്സ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന തൻ്റെ ബുക്കിലൂടെ, തൻ്റെ പ്രശസ്തമായിട്ടുള്ള ബുക്കിലൂടെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്, ഇതിനെപ്പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിനെ പറ്റി പറഞ്ഞത്. ആ ഒരു തിയറി, അതായത് ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത് ഈസ് എ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് തിയറി. ഇന്റർനാഷണൽ ട്രേഡ് തിയറിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിയറി ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈസ് എ ഫൗണ്ടേഷണൽ കൺസെപ്റ്റ് ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സംഭാവനകൾ അദ്ദേഹം ഇതിന് നൽകിയിട്ടുണ്ട്, എക്കണോമിക്സിനൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാദർ ഓഫ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? ആദം സ്മിത്ത് തന്നെയാണ്. ഓക്കെ, ദെൻ this theory emphasizes the role of efficiency and productivity. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. This theory emphasizes the role of efficiency and productivity. Productivity differences between countries. അല്ലേ? ഈ തിയറി എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്? This theory emphasizes the role of efficiency and productivity difference between countries. രാജ്യങ്ങൾ തമ്മിലുള്ള, ഇപ്പോൾ ഒരു മിനിമം 2 രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ 2 രാജ്യങ്ങൾ തമ്മിലുള്ള, ഇപ്പോൾ ഒരാൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാൾ ഇമ്പോർട്ട് ചെയ്യും, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള അവരുടെ എഫിഷ്യൻസിയിലും പ്രൊഡക്ടിവിറ്റിയിലുമുള്ള ഡിഫറൻസിനെയാണ്, ആ ഒരു ഡിഫറൻസിനെയാണ് ഏത് ഊന്നൽ കൊടുത്ത് പറയുന്നത്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി കൂടുതൽ പ്രാധാന്യത്തോടുകൂടി കാണുന്നത്. അപ്പോൾ നോക്കുക, ദിസ് തിയറി എംഫസൈസസ്, ഊന്നൽ കൊടുക്കുന്നത് ദ റോൾ ഓഫ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസിനാണ് ബിറ്റ്വീൻ കൺട്രീസ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഏതിൻ്റെ ഡിഫറൻസിന്? എഫിഷ്യൻസിയിലും പ്രൊഡക്ടിവിറ്റിയിലുള്ള ഡിഫറൻസിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. determining their ability to benefit from engaging in trade. അതായത് ഇവിടെ പ്രധാനമായിട്ടും എഫിഷ്യൻസിയും അതോടൊപ്പം തന്നെ പ്രൊഡക്ടിവിറ്റിയുമാണ് നോക്കിക്കാണുന്നത്. ഡിറ്റർമിനിങ് ദെയർ എബിലിറ്റി ടു ബെനിഫിറ്റ് ഫ്രം എൻഗേജിങ് ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ, രാജ്യങ്ങൾ തമ്മിൽ ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ അവരുടെ എഫിഷ്യൻസിയിലൂടെയും പ്രൊഡക്ടിവിറ്റിയിലൂടെയും അവർക്കുണ്ടാകുന്ന നേട്ടത്തിനെ പറ്റി, അല്ലെങ്കിൽ മ്യൂച്വൽ ഗെയിനെ പറ്റിയാണ്, മീൻസ് മ്യൂച്വൽ ബെനിഫിറ്റിനെ പറ്റിയാണ് ഏതിൽ പറയുന്നത്? തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് എന്തൊക്കെയാണ് നോക്കുക. അപ്പോൾ തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കോൺട്രിബ്യൂട്ട് ചെയ്തത് സ്കോട്ടിഷ് ഇക്കണോമിസ്റ്റ് ആയിരുന്ന ആദം സ്മിത്ത് ആണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ബുക്കായ ദ വെൽത്ത് ഓഫ് നേഷൻസിലൂടെയാണ് അദ്ദേഹം ഇതിനെ കൂടുതൽ ഊന്നൽ കൊടുത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ് ആയിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ തിയറി കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് റോൾ ഓഫ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ കൺട്രീസ്, അല്ലേ? അതായത് റോൾ ഓഫ് പ്രധാനമായും 2 കാര്യങ്ങൾ, എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഡിഫറൻസസ് ബിറ്റ്വീൻ കൺട്രീസ്. 2 രാജ്യങ്ങൾ തമ്മിൽ ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഏർപ്പെടുമ്പോൾ അവരുടെ എഫിഷ്യൻസിയിലൂടെയും പ്രൊഡക്ടിവിറ്റിയിലും ഉണ്ടാകുന്ന ഡിഫറൻസിലൂടെ 2 രാജ്യങ്ങൾക്കും, അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്കുണ്ടാകുന്ന മ്യൂച്വൽ ബെനിഫിറ്റ്സിനെ പറ്റിയാണ് ഈ ഒരു തിയറിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. Then a country is said to have an absolute advantage in the production of a good if it can produce that good using fewer resources or within lower cost than another country. അതായത് ഇത്രയേ ഉള്ളൂ, 2 രാജ്യങ്ങൾ തമ്മിൽ കച്ചവടത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു രാജ്യം പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യേണ്ട കമോഡിറ്റി അഥവാ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവർക്ക് വളരെ ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ കുറച്ച് റിസോഴ്സുകൾ ഉപയോഗിച്ച്, മാൻ പവർ ആയാലും ലേബർ ഏതായാലും മെറ്റീരിയൽ റിസോഴ്സ് ആയാലും എന്തായാലും ശരി തന്നെ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് വിതരണം ചെയ്യാൻ സാധിക്കണം മറ്റു രാജ്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ. അതാ പറയുന്നത് എ കൺട്രി ഈസ് സെഡ് ടു ഹാവ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. അപ്പോഴാണ് ആ രാജ്യം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്
അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. മറ്റൊരു രാജ്യം ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറഞ്ഞ ചെലവിൽ ഒരു രാജ്യത്തിന് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കുമെങ്കിൽ then they have an absolute advantage. അപ്പോൾ നമുക്ക് അതിന് absolute advantage ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ a country is said to have an absolute advantage in the production of a good if it can produce that good using fewer resources or within lower cost than another country. Okay, a country is said to have an absolute advantage in the production of a good if it can produce that good using fewer resources. അല്ലെ, ഒരു രാജ്യത്തിന് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി മറ്റു രാജ്യത്തെ അപേക്ഷിച്ച് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കുമെങ്കിൽ ആ രാജ്യത്തിന് ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഈസ് റൂട്ടഡ് ഇൻ ദ നോഷൻ ഓഫ് എഫിഷ്യൻസി. അത് ആ രാജ്യത്തിൻ്റെ എഫിഷ്യൻസിയെ സൂചിപ്പിക്കുന്നതാണ്. മറ്റൊരു രാജ്യത്തിന് സാധിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ആ പ്രോഡക്റ്റ് അവരെ ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ച് വിലയ്ക്ക് ഒരു രാജ്യത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ആ രാജ്യത്തിൻ്റെ എന്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്? എഫിഷ്യൻസിയെ തന്നെയായിരിക്കും സൂചിപ്പിക്കുന്നത്. അതാ പറയുന്നത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഈസ് റൂട്ടഡ് ഇൻ ദ നോഷൻ ഓഫ് എഫിഷ്യൻസി. ഓക്കെ, ഇഫ് എ കൺട്രി ക്യാൻ പ്രൊഡ്യൂസ് എ ഗുഡ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ അനദർ ഇറ്റ് എൻകറേജ്ഡ് ടു സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് ഗുഡ്. അല്ലേ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഓക്കെ, ഇഫ് എ കൺട്രി ക്യാൻ പ്രൊഡ്യൂസ് എ ഗുഡ് മോർ എഫിഷ്യൻ്റ്ലി ദാൻ അനദർ, ഒരു രാജ്യത്തിന് ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കുമെങ്കിൽ ആസ് കമ്പയർഡ് ടു അനദർ, മറ്റു രാജ്യത്തെ അപേക്ഷിച്ച് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വളരെ എഫക്റ്റീവായിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കാൻ അവർക്ക് സാധിക്കുമെങ്കിൽ it is encouraged to specialize in the production of that good. ആ പ്രോഡക്റ്റിന് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അവർ കാണുകയും ആ പ്രോഡക്റ്റ് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. മറ്റുള്ളവർക്ക് സാധിക്കാത്തത് നമുക്ക് സാധിക്കണം, അതാ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് ഏറ്റവും മിതമായ വിലയ്ക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽക്കാൻ സാധിക്കുമെങ്കിൽ, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ആ പ്രോഡക്റ്റിൻ്റെ വില കുറച്ച് നമുക്ക് ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കുമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് എൻകറേജ്ഡ്, അവരെ പ്രോത്സാഹിപ്പിക്കണം ടു സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് ഗുഡ്. ആ തരത്തിലുള്ള ഗുഡ്സ് ഉണ്ടാക്കി വിൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം, ആ രാജ്യം ശ്രമിക്കണം. അതിനുവേണ്ടി അവർ കാര്യങ്ങൾ ആവിഷ്കരിക്കണമെന്നാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. The concept of opportunity cost is very crucial in understanding absolute advantage. Okay, the concept of opportunity cost is very crucial in understanding absolute advantage. അപ്പോൾ absolute advantage തിയറി മനസ്സിലാകണമെങ്കിൽ അല്ലെങ്കിൽ absolute advantage എത്തിച്ചേരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും എന്തിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. അതായത് ഒന്നിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റാണ് എന്ന് പറയുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ബെനഫിറ്റ്സ് കുറവുള്ളത് എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം, അല്ലേ? ബെനഫിറ്റ്സ് കുറവുള്ളത് ഉപേക്ഷിച്ചിട്ട് മാക്സിമം ബെനഫിറ്റ് ഉള്ളതിനെ മാത്രം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അപ്പോൾ ദെർ ആർ സോ മെനി ആൾട്ടർനേറ്റീവ്സ്, പലതരം ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നിനെ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് അതിലൂടെ നഷ്ടം വരാൻ പാടുള്ളതല്ല. അപ്പം അതുകൊണ്ട് ബെനഫിറ്റ്സ് കുറവുള്ളത് ഉപേക്ഷിച്ചിട്ട് മാക്സിമം ബെനിഫിറ്റ്സ് എൻജോയ് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക? ഓക്കുപ്പൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന് ഇവിടെ ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ച് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, then countries should compare the opportunity cost of producing different goods to identify the areas where they have a production advantage. അപ്പം അങ്ങനെ നോക്കുമ്പോൾ രാജ്യങ്ങൾ എന്ത് ചെയ്യണം? They should compare the opportunity cost of producing different goods. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾട്ടർനേറ്റീവ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ കമ്മോഡിറ്റീസ് ഓർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ പരസ്പരം എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ആൻഡ് ടു ഐഡന്റിഫൈ ദ ഏരിയാസ്
where they have a production advantage. അപ്പോൾ അവർക്ക് മനസ്സിലാകും ഏത് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്കൊരു പ്രൊഡക്ഷൻ അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്. നഷ്ടമുണ്ടാക്കാതെ കൂടുതൽ ബെനിഫിറ്റ് ഉള്ള അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ കൂടുതൽ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഡിഫറെൻറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റുകൾ പരസ്പരം കമ്പയർ ചെയ്താൽ മാത്രമേ ഏതിനാണ് ബെനിഫിറ്റ്സ് കൂടുതലാ ഏതിനാണ് ബെനിഫിറ്റ്സ് കുറയുന്നത് എന്ന് അല്ലെങ്കിൽ കൂടുതൽ ബെനിഫിറ്റ് കുറഞ്ഞ ബെനിഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈ തിയറി അനുസരിച്ച് countries should specialize in the production of goods for which they have an absolute advantage. അല്ലേ? അപ്പോൾ ഈ ഒരു തിയറി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്? അക്കോർഡിംഗ് ടു ദിസ് തിയറി അല്ലെങ്കിൽ ഈ ഒരു തിയറി പ്രകാരം countries should specialize in the production of goods for which they have an absolute advantage. ഏതൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ ആ രാജ്യത്തിന് കൂടുതൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നത്, കുറഞ്ഞ കോസ്റ്റിൽ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ ഇവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് ഏത് തിയറിയിൽ പറയുന്നത്? ഈ ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി കൺട്രീസ് ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ വിച്ച് ദേ ഹാവ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. ബൈ ഡൂയിങ് സോ, അങ്ങനെ ചെയ്യുന്നതിലൂടെ ദേ ക്യാൻ അച്ചീവ് ഹയർ ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ട്രേഡ് ദെയർ സർപ്ലസ് വിത്ത് അതർ കൺട്രീസ്. അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാക്സിമം സർപ്ലസ്, മാക്സിമം പ്രോഡക്റ്റുകൾ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ആ മാക്സിമം പ്രോഡക്റ്റിലൂടെ മാക്സിമം സെയിൽസ് അവർക്ക് എക്സ്പോർട്ടിങ്ങിലൂടെ നടക്കും. അതിലൂടെ മാക്സിമം സർപ്ലസ് അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും മറ്റുള്ള കൺട്രികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഇതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഏത് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണോ അവർക്ക് കൂടുതൽ ലാഭകരം, ഏത് പ്രോഡക്റ്റാണോ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിന് മാക്സിമം പ്രിഫറൻസ് കൊടുക്കുകയും അതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുകയും അതിനെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആയിട്ട് കാണുകയും ഒരു സ്പെഷ്യലൈസ്ഡ് പ്രൊഡക്ഷൻ അതിൽ സ്ട്രാറ്റജി അതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുക. അതിലൂടെ മാക്സിമം ഔട്ട്പുട്ടും മാക്സിമം സർപ്ലസും അവർക്ക് നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. Specialization based on absolute advantage leads to mutual gain from trade. അതിലൂടെ തന്നെ ഇങ്ങനെ നടപ്പിലാക്കുന്നതിലൂടെ ഈ അതിനകത്ത് ഏർപ്പെടുന്ന ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടീസിനും രണ്ട് രാജ്യങ്ങൾക്കും എന്തുണ്ടാകും? മ്യൂച്വൽ ഗെയിൻ ഉണ്ടാകും. കാരണം കുറഞ്ഞ കോസ്റ്റിലാണ് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ മറ്റു രാജ്യത്തിന് അത് വാങ്ങിക്കുന്ന രാജ്യത്തിന് കുറഞ്ഞ പൈസ കൊടുത്തത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. മാക്സിമം ഔട്ട്പുട്ടിലൂടെ ഇവർക്ക് മാക്സിമം വിൽക്കണ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിന് മാക്സിമം ഔട്ട്പുട്ടിലൂടെ മാക്സിമം സെയിൽസിലൂടെ മാക്സിമം സർപ്ലസ് എത്തിച്ചേരാൻ സാധിക്കും. വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് മിനിമം കോസ്റ്റ് കൊടുത്തുകൊണ്ട് അത് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയും അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഗെയിൻ ഈ ഒരു ട്രേഡിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ പറയുന്നത്. ദെൻ അടുത്ത സ്ലൈഡിലോട്ട് പോകുമ്പോൾ ഈച്ച് കൺട്രി ക്യാൻ ഫോക്കസ് ഓൺ പ്രൊഡ്യൂസിങ് ദ ഗുഡ്സ് ഇറ്റ് ഈസ് മോസ്റ്റ് എഫിഷ്യൻ്റ് at and through trade both the countries can obtain a combination of goods that exceeds what they could produce independently. Okay, each country can focus on producing the goods it is most efficient and through trade both the countries can obtain a combination of goods that exceeds what they could produce independently. അതായത് നമുക്ക് ഒട്ടും പറ്റാത്ത, നമുക്ക് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല, നമുക്കതിന് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഏത് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ലാഭമെന്ന് അവർ കണ്ടെത്തുക. ഏറ്റവും മിനിമം കോസ്റ്റിൽ ഏറ്റവും മാക്സിമം പ്രോഡക്റ്റ് നിർമ്മിക്കാൻ സാധിക്കുക, അത് മാക്സിമം എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇമ്പോർട്ടിംഗ് ആയിട്ടുള്ള രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് അവർ ഒരു രാജ്യത്തെ എന്ത് ചെയ്യേണ്ടി വരും? രാജ്യത്തെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ കയ്യിരിക്കുന്ന ഫണ്ട് കൊടുത്തുകൊണ്ട് അവർക്ക് ആ പ്രോഡക്റ്റ് മേടിക്കേണ്ടി വരും. അപ്പം അവരെ സംബന്ധിച്ച് ഔട്ട്ഫ്ലോ ആണ് നടക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ പൈസ കൊടുത്ത് അവർക്കത് മേടിക്കേണ്ടി വരും.
അപ്പോൾ ഈ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പ്രകാരം പറയുന്നത് മിനിമം കോസ്റ്റിലെ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിന് മാക്സിമം സർപ്ലസിൽ എത്തിച്ചേരാൻ സാധിക്കും. അതോടെ തന്നെ മിനിമം കോസ്റ്റിൽ അത് വാങ്ങിക്കാൻ സാധിക്കുന്നതിലൂടെ വാങ്ങിക്കുന്ന ഇമ്പോർട്ടിംഗ് കൺട്രിക്ക് അതും ലാഭകരമായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലായിരിക്കണം ഈ ഒരു ട്രേഡ് നടത്തേണ്ടത്. അതിനെപ്പറ്റിയാണ് ഏതിൽ പറയുന്നത്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. ദെൻ Adam Smith theory of absolute advantage was a groundbreaking contribution to economic thought. It marked a departure from the mercantilist views that focused on accumulating gold and emphasized the ideas that countries could benefit from cooperation and trade. അല്ലേ? അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ആദം സ്മിത്ത് മെർക്കനിലിസം എന്ന തിയറിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു തിയറി എന്ത് ചെയ്തത്, തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു തിയറി എന്താണ്, ഇറ്റ്സ് എ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോൺട്രിബ്യൂഷൻ ടു എക്കണോമിക് തോട്ട്, അല്ലേ? മീൻസ് മൊത്തത്തിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥിതിക്ക് അല്ലെങ്കിൽ സമ്പദ്ഘടനയ്ക്ക് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ പാകുന്ന ഒരു തിയറി ആയിരുന്നു എന്ന് പറയുന്നത് ആദം സ്മിത്തിന്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് മാർക്ക്ഡ് എ ഡിപ്പാർച്ചർ ഫ്രം മെർക്കനലിസ്റ്റ് വ്യൂസ് ദാറ്റ് ഫോക്കസ്ഡ് ഓൺ അക്യുമുലേറ്റിംഗ് ദ ഗോൾഡ് ആൻഡ് എംഫസൈസ്ഡ് ദ ഐഡിയ ദാറ്റ് കൺട്രീസ് കുഡ് ബെനിഫിറ്റ് ഫ്രം കോപ്പറേഷൻ ആൻഡ് ട്രേഡ്. അപ്പം മെർക്കനിലിസ്റ്റ് തിയറി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എന്താണ്, ഗോൾഡും സിൽവറും ഒക്കുപ്പൈ ചെയ്യുന്നതിലൂടെ രാജ്യത്തിൻ്റെ വെൽത്ത് കൂടും എന്നുള്ളതായിരുന്നു അവരുടെ പ്രസ്താവന. അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഏത് തിയറി വരുന്നത്, ആദം സ്മിത്തിൻ്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്താണ്, രാജ്യങ്ങൾ തമ്മിലുള്ള കോപ്പറേഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. മീൻസ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ എക്സ്പോർട്ടിങ്ങിനെയും ഇമ്പോർട്ടിങ്ങിനെയും സ്വാധീനിക്കുക വഴി, മീൻസ് അത് പോസിറ്റീവായിട്ട് സ്വാധീനിക്കുക വഴി അതിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളുടെ മ്യൂച്വൽ ഗെയിൻ ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു ആദം സ്മിത്തിൻ്റെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലെ പ്രധാനപ്പെട്ട സജഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലുള്ളത്. താങ്ക്സ് ഫോർ ഓൾ.